മനുഷ്യരല്ല. ജില്ലയിലുണ്ട് ഒരു വർഗീയവാദികൾ മനുഷ്യരല്ല. പറപ്പൂർ എന്ന് പറയുന്ന പഞ്ചായത്ത് മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എത്രയോ പഞ്ചായത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPയുടെയും മുന്നണിയായി മത്സരിച്ചു. ഇതൊന്നും അറിയാത്തവരാ. അവതരിപ്പിച്ച് മറുപടി മേടിച്ചോളൂ. നിങ്ങൾ സ്ഥലം ഏതാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൽ നിന്ന് മറുപടി മേടിച്ചോളൂ. എനിക്ക് എതിർപ്പൊന്നുമില്ല. ചോദ്യം ഇവിടെ വ്യക്തമാണ്. പ്രിയമുള്ളവരെ, കണ്ടാവും നമ്മള് അതെ, അതങ്ങനെ ഈ ജില്ലയില് പഞ്ചായത്തിന്റെ ഭരണം പങ്കിടുന്നുണ്ട്. അറിയോ? ഈ ജില്ലയിൽ SDPയും അതേപോലെ തന്നെ പിന്നെ ജമാഅത്തെ ഇസ്ലാമിയുമായി ചേർന്ന് എത്ര പഞ്ചായത്തുകൾ ഭരിക്കുന്നുണ്ട്? ഒരു പഞ്ചായത്തും ഭരിക്കുന്നില്ല. ഇപ്പൊ കശ്മീരിലെ തെരഞ്ഞെടുപ്പ് അവിടെ പറഞ്ഞത്. കശ്മീർ ഈ രാജ്യത്താണ്. ഈ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെക്കുലർ ഫാബ്രിക്സിന് വിരുദ്ധമായിട്ടുള്ള സമീപനം കോൺഗ്രസ് സ്വീകരിച്ചിട്ടുണ്ട്. ഒടുവിലത്തെ ഉദാഹരണമാണ് കശ്മീർ നിയമസഭയിൽ BJPയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി ഒരുക്കുന്നത് ഇവരാണ്. കശ്മീർ ഇന്ത്യയിലാണ്, ഇന്ത്യ രാജ്യത്താണ് നിങ്ങൾ ജീവിക്കുന്നത്. ഇവിടെ ഏത് പഞ്ചായത്തിലാണ് UDFും LDF സഖ്യമുള്ളത്? പച്ച നുണ പറയരുത്, നുണ പറയരുത്. എന്റെ പഴയ സഹപ്രവർത്തകനായ സഖാബ് ജോർജിനോടാണ് എനിക്ക് ചോദ്യം. വൈക്കട് പഞ്ചായത്തിലെ ഈ സുഹൃത്ത് വരുന്നവരോട് അറിയോ? ഈ നിലമ്പൂരിന്റെ ഏറനാടിന്റെ വീരപുത്ര സഖാബ് കുഞ്ഞാലി താമസിച്ച കാളികാവ് എന്ന് വരിക. കാളികാവ് പഞ്ചായത്തിന്റെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഹൃത്ത് ജോജി ഗലക്സ്. അപ്പോൾ അയാൾക്കറിയാം, അയാൾ പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം ഇയാളെ മേലെ വരില്ല. ഇവിടുത്തെ തഹസിൽദാർ ബ്ലോക്ക് പ്രസിഡന്റിൻ്റെ താഴെ വരണല്ലോ. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാനിവിടെ ആണ് കാറി കുറച്ച് തുപ്പിക്കഴിഞ്ഞാൽ എൻ്റെ പേരിൽ കേസെടുക്കാൻ എടക്കര പഞ്ചായത്ത് സെക്രട്ടറിക്ക് അധികാരമുണ്ട്. അത് ഏതാ വകുപ്പ് പറയോ? പഞ്ചായത്ത് രാജ് ആക്ട് 292 വകുപ്പ് പ്രകാരം ഒരു വീടിൻ്റെ കുറ്റി വിടാൻ പാടില്ല. അപ്പോൾ ഇതൊക്കെ ജോജിക്ക് അറിയാനിട്ടല്ല, ഇത് ജോജിക്ക് അറിയാനിട്ടല്ല. ഒറ്റ കാര്യം കൂടി, ഈ ജോജിനെ കുറിച്ചല്ല പറയട്ടെ. ഇനി എനിക്ക് ഈ മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഒരാളുണ്ടല്ലോ, അയാളെ കുറിച്ചിട്ടാണ്. അയാൾ ശരിക്ക് ചാലിയാറിൽ നല്ല കുത്തയ്ക്കില്ലതാ. സുധാകരൻ ചാടാൻ പറഞ്ഞു, ഈ സാധു ചാടി. ഇപ്പോൾ സാധു ഇങ്ങനെ കുണ്ടിക്കടന്ന് കയ്യും ചാടിക്കോ സതീശൻ രക്ഷിച്ചോളും. സതീശനല്ല, സുധാകരൻ. സുധാകരൻ പറഞ്ഞു സതീശൻ രക്ഷിച്ചോളും, ധൈര്യമായിട്ട് ചാടിക്കോളാൻ പറഞ്ഞു. ചാടി, സുധാകരൻ പറഞ്ഞിട്ട് ചാടി. ഇപ്പൊ എന്താ അറിയോ? ഇപ്പൊ സുധാകരന്റെ സ്ഥാനം പോയി. ഇപ്പോ നേരത്തെ ബഹുമാന്യനായ ജോജി ഗാലക്സി ഇവിടെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. 69 ശേഷം, ഞാൻ നേരത്തെ ഒരു കണക്ക് പറഞ്ഞല്ലോ, 69 ശേഷം ഇവിടെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ചിട്ടില്ല. ഞാൻ ഡീലിമിറ്റേഷന് ശേഷം വന്ന മാറ്റാണ് ഒന്ന് പറയുന്നത്. സഖാവ് ശ്രീരാമകൃഷ്ണനും അതുപോലെ തന്നെ പിന്നെ ഇവർ മത്സരിക്കുന്നത് പൊറ്റക്കാടെല്ലാം മത്സരിക്കുന്നത് പഴയ മണ്ഡലമാണ്, പഴയ നിലമ്പൂരാണ്. അത് ഞാനൊന്ന് വസ്തുതാപരമായെന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്ന്, പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ നിയമസഭയും തദ്ദേശ തെരഞ്ഞെടുപ്പും കമ്പയർ ചെയ്യുന്നത് അത് എത്രമാത്രം വസ്തുതാവിരുദ്ധമായി അല്ലല്ല. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ 20 മണ്ഡലത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എന്താണ്? അങ്ങനെയാണോ ഇതിനെ വിലയിരുത്തുക? പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കേരളത്തിൽ എൻ്റെ ഡിഫറൻ്റ് ആണ്. അത് ഈ അല്ല, നിങ്ങളതല്ല പറഞ്ഞത്. നിങ്ങൾ കഴിഞ്ഞ തൊട്ട് മുൻപേ ഉള്ള പാർലമെന്റ് തെരഞ്ഞെടുപ്പിനാണ് കമ്പാരിസൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഞാൻ പറയാം. നിങ്ങൾ ഊഴത്തിൽ പറയൂ. നിങ്ങൾ ഊഴത്തിൽ പറയൂ. പറഞ്ഞു വരുന്നത്, ഈ പറയുന്ന രാഷ്ട്രീയമായ അനുകൂല സാഹചര്യങ്ങൾക്കപ്പുറം സ്ഥാനാർത്ഥിത്വം ഉൾപ്പെടെ ഇന്ന് വലിയ അനുകൂല ഘടകമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മാറിയിരിക്കുകയാണ്.